സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് ഈസ് ദി ആവറേജ് വാല്യൂ ഓഫ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ എയർ ഗ്യാപ്പ് ഓഫ് ദി മെഷീൻ. സി യുവർ നോട്ട്സ്. സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ മൊത്തം ഫ്ലക്സ് ഇസ് ദ ടോട്ടൽ ഫ്ലക്സ്. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു പർട്ടിക്കുലർ സംഗതി കൊണ്ട് ഡിവൈഡ് ചെയ്ത് പെർ മീറ്ററിനോ അല്ലെങ്കിൽ പെർ പോളിനോ ഒക്കെ പറയുന്നതാണ് സ്പെസിഫിക് എന്ന് പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് ഡെസിപ്പേഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ല, ലാംഡ. സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് ഈസ് ദി ആവറേജ് വാല്യൂ ഓഫ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ എയർ ഗ്യാപ്പ് ഓഫ് ദ മെഷീൻ. സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ദി ആവറേജ് വാല്യൂ ഓഫ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ എയർ ഗ്യാപ്പ് ഓഫ് ദ മെഷീൻ. മെഷീനകത്തുള്ള എയർ ഗ്യാപ്പിലുള്ള ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ബി ആവറേജ് എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്, സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ്. അപ്പം അതിനകത്തുള്ള സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് ബി ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് അറൗണ്ട് ദി എയർ ഗ്യാപ്പ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഫ്ലക്സ് പാത്ത് അറ്റ് ദി എയർ ഗ്യാപ്പ്. എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഫ്ലക്സ് പോകുന്നത്? റൊട്ടേറ്റിംഗ് മെഷീൻ ആകുമ്പോൾ നമുക്ക് സ്റ്റേറ്ററുണ്ട്. വി ഹാവ് ദ സ്റ്റേറ്ററിന് സ്വല്പം കനമുണ്ട്. സ്റ്റേറ്റർ സ്ലോട്ട്സും വൈൻഡിങ്ങും ഒക്കെ ഇരിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റർ കോർ സ്റ്റേറ്ററാണ്. ഇതിന് ചുറ്റും ഫ്രെയിമുണ്ട്. ദാറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ഇസ് ദ സ്റ്റേറ്റർ കോർ. സ്റ്റേറ്റർ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ആ പോർഷനാണ്. ഇനി ഇതിനകത്ത് വരുന്നതാണ് റോട്ടർ. ഒരു ചെറിയ എയർ ഗ്യാപ്പുണ്ട്. എയർ ഗ്യാപ്പ്, ഇൻഡക്ഷൻ മോട്ടറിൻ്റെ എയർ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എത്ര വരും? എയർ ഗ്യാപ്പ് ഇത് സർക്കുലാറാണ്. സോ ദിസ് ഈസ് ദി റോട്ടർ. ഇത് റോട്ടറാണ്. സി ദിസ് ഈസ് ദ റോട്ടർ. ഇതിനിടയിലുള്ള സ്ഥലമാണ് എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. എന്നെങ്കിൽ ഈ റോട്ടറിന് ഫ്രീ ആയിട്ട് കറങ്ങണം. റോട്ടറിന് എങ്ങനെ അവിടെ നിശ്ചിത അകലത്തിൽ ചുറ്റാകുള്ള എയർ ഗ്യാപ്പ് ഒന്ന് തന്നെ, വരച്ചപ്പം വ്യത്യാസപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. ഇതെങ്ങനെ നിർത്തിയിരിക്കുന്നത്? രണ്ട് സൈഡിലും ബെയറിങ്ങാണ്. യു ഹാവ് എ സർട്ടൺ ലെങ്ത് ഫോർ ദ മെഷീൻ. ലെങ്ത് ഉണ്ട് മെഷീന്. ഈ മെഷീന് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ റോട്ടറിന് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇടതുവശത്തും വലതുവശത്തും ഓരോരോ ബെയറിങ് വെച്ചുകൊണ്ട് ഇതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കുക. ബെയറിങ് വെച്ച സപ്പോർട്ട്. അപ്പോൾ ഈ നിശ്ചിത അകലത്തിൽ നിശ്ചിത ഗ്യാപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പലയിടത്തും പല ഗ്യാപ്പ്, പല ഡിസ്റ്റൻസുള്ള ഗ്യാപ്പാണെങ്കിൽ എന്താ സംഭവിക്കുക? ചിലയിടത്ത് ഫ്ലക്സ് കൂടുതൽ, അവിടെ മാഗ്നറ്റിക് അട്രാക്ഷൻ കൂടും. മറ്റിടത്ത് കുറവായിരിക്കും. പുള്ള് കൂടുമ്പോഴേക്കും മെഷീൻ കറങ്ങത്തില്ല ഒരേപോലെ, എക്സെൻട്രിക് ആയിട്ട് പോകും. മെഷീൻ ഒരേപോലെ ആ ടോർക്ക് എക്സേർട്ട് ചെയ്ത് കറങ്ങണമെന്നുണ്ടെങ്കിൽ മെഷീൻ്റെ എയർ ഗ്യാപ്പ് ഒരേപോലെ ആയിരിക്കും. ബാക്കി വേറെ എന്തറിയാം എയർ ഗ്യാപ്പിനെ കുറിച്ച്? വാട്ട് യു നോ അബൌട്ട് ദി എയർ ഗ്യാപ്പ്? വാട്ട് അഡീഷണൽ തിങ് യു നോ? ഇത് സ്റ്റേറ്ററിൽ നിന്ന് പവർ റോട്ടറിലോട്ട് കിട്ടി. എങ്ങനെയാണ്? ഇൻഡക്ഷൻ വഴിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയായിട്ട് നമ്മൾ കൊടുക്കുന്ന പവർ എങ്ങനെയാണ്? കൊടുക്കുന്ന പവർ സ്റ്റേറ്ററിലാണ്. വി ഗീവ് പവർ, ഇലക്ട്രിക്കൽ പവർ ടു ദ സ്റ്റേറ്റർ. എന്നിട്ട് ഹൗ പവർ ഈസ് received to the rotor, transferred to the rotor. We get in the case of a motor, we get mechanical power from the rotor. റോട്ടറിൽ നിന്ന് മെക്കാനിക്കൽ പവർ കിട്ടും. നമ്മൾ ഇലക്ട്രിക്കൽ പവർ സപ്ലൈയിൽ നിന്ന് സ്റ്റേറ്ററിന് കൊടുക്കുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഈ ഇലക്ട്രിക്കൽ പവർ റോട്ടറിലോട്ട് ട്രാൻസ്ഫർ ആയി പോകുന്നത്? ഇലക്ട്രിക്കൽ പവർ ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ പവർ ആൻഡ് ഇറ്റ് ഈസ് ഗോട്ട് ഫ്രം ദ റോട്ടർ. It is actually converted. Electrical power is converted to mechanical power in the case of a motor. And how the power is transferred from stator to rotor? That is by the medium of magnetic flux. Magnetic flux process എങ്ങനെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയായിട്ട്, ഫ്ലക്സ് വഴിയായിട്ട് സ്റ്റേറ്ററിൽ നിന്ന് പവർ ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഫ്ലക്സ് എങ്ങനെയാണ് ഇവിടെ? ഓൾ അറൗണ്ട് ദി എയർ ഗ്യാപ്പ് യു ഹാവ് ദ സെയിം ഫ്ലക്സ്. ഫ്ലക്സ് എങ്ങനെയാണ്? ദ ഫ്ലക്സ് പാത്ത്. സ്റ്റേറ്ററിൽ നിന്ന് റോട്ടറിലോട്ട് ഈ ഫ്ലക്സ് ഇങ്ങനെയാണ്. ഓൾ അറൗണ്ട് യു ഹാവ് ദി യൂണിഫോം ഫ്ലക്സ്, യൂണിഫോം ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ്. ഇറ്റ് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇറ്റ് ഈസ് സിംപ്ലി മാഗ്നറ്റിക് ഫ്ലക്സ്. ഈ ഫ്ലക്സ് ഇങ്ങനെയുണ്ട്. എല്ലായിടത്തും ഒരേപോലെ യൂണിഫോമായിട്ട് ഫ്ലക്സ് ഉണ്ട്. ഫ്ലക്സ് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്റ്റേറ്റർ വൈൻഡിങ്. വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ദ സ്റ്റേറ്റർ winding, you have a rotating magnetic field in the produced by the stator. When three-phase supply is given to a three-phase winding, we have a rotating flux. Stationary flux അല്ല.
അപ്പോൾ ഫ്ലക്സ് ഇങ്ങനെ എല്ലായ്പ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലക്സ് എയർ ഗ്യാപ്പിൽ യൂണിഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലക്സ് പോകുന്ന പാത്ത് എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ഫ്ലക്സിൻ്റെ ഏരിയ, അപ്പോൾ നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് നമുക്കുണ്ട്. ടോട്ടൽ ഫ്ലക്സ് വി ഹാവ്. ടോട്ടൽ ഫ്ലക്സ് ഈസ് മാഗ്നറ്റിക് ലോഡിങ്. ഒരു പോളിൻ്റെ ഫ്ലക്സ് 5ഉം പി നമ്പർ ഓഫ് പോൾസും ഉണ്ടായി 5p ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഈസ് 5p. ദാറ്റ് ഡിവൈഡഡ് ബൈ ദി ഏരിയ പെർപെൻഡിക്കുലർ ടു ദ പാത്ത് ഓഫ് ദ ഫ്ലക്സ്. ഫ്ലക്സ് പോകുന്ന പാത്ത് ഇതാണ്. ദിസ് ഈസ് ദ പാത്ത് ഓഫ് ദ ഫ്ലക്സ്. അപ്പോൾ ഏരിയ പെർപെൻഡിക്കുലർ ടു ദ പാത്ത് ഓഫ് ദ ഫ്ലക്സ് എന്ന് പറഞ്ഞതാണ്ട് ഈ ഏരിയയാണ്. ഈ ഏരിയ സ്റ്റേറ്ററിൽ നിന്ന് റോട്ടറിലോട്ടാണ് ഫ്ലക്സ് പോകുന്നത്. അപ്പോൾ സ്റ്റേറ്ററിൻ്റെ ഈ ഏരിയ അപ്പോൾ ഇതിനൊരു ലെങ്ത് ഉണ്ട്. ആ ലെങ്താണ് നമ്മുടെ L എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ മെഷീൻ. ഡി നമ്മൾ ഡി എന്നും പറഞ്ഞെടുക്കുക. ലെങ്ത് ഓഫ് ദ മെഷീൻ. ഇനി എൽ, ലെങ്ത് ഓഫ് ദ മെഷീൻ എൽ. ഇനി മെഷീനൊരു ഡയമീറ്റർ ഉണ്ട്. സോ ദാറ്റ് ഈസ് ദി ഇൻസൈഡ് സ്റ്റേറ്റർ ഡയമീറ്റർ. ഇതാണ് ഡി. ദാറ്റ് ഈസ് ദ ഇൻസൈഡ് സ്റ്റേറ്റർ ഡയമീറ്റർ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ദിസ് ഡി ആൻഡ് എൽ, വാട്ട് ഈസ് ദ ഏരിയ, ദ സർഫസ് ഏരിയ ഓഫ് ദ സ്റ്റേറ്റ്? ഫ്ലക്സിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഏരിയ, അതാണ് ആ ഏരിയ ഇവിടെ ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എടുക്കേണ്ടത്. സോ ബി ആവറേജ് ഈസ് നത്തിങ് ബട്ട് ദ ടോട്ടൽ ഫ്ലക്സ് അറൗണ്ട് ദ എയർ ഗ്യാപ്പ് വിച്ച് ഈസ് 5p ഡിവൈഡഡ് ബൈ ഈ ലെങ്ത്. ഈ കർവ്ഡ് ലെങ്ത് എന്താണ്? ദിസ് പെരിമീറ്റർ ലെങ്ത്, ദിസ് സർക്കുലാർ ലെങ്ത്, അത് πd ആണെന്ന് നമുക്കറിയാം അല്ലേ? ദാറ്റ് ഈസ് π ഇൻറ്റു ഡി. ദ സർക്കംഫറൻഷ്യൽ ലെങ്ത് ഏതാണ്? ഡി എന്ന് പറഞ്ഞാൽ ഈ ഇൻസൈഡ് ഡയമീറ്റർ. അപ്പോൾ അതിൻ്റെ സർക്കംഫറൻഷ്യൽ ലെങ്ത്, എത്ര ലെങ്തിലാണ് ഈ ഫ്ലക്സ് പോകുന്നത്, അല്ലെങ്കിൽ ഇത്രയും ലെങ്തിൽ ഈ ഫ്ലക്സ് ഇങ്ങനെ പോകുന്നുണ്ട്, πd ആ ലെങ്ത്. ഇനി ആ ഫ്ലക്സ് പോകുന്ന ഇൻ ദി എൻറ്റിയർ ഏരിയ, ഇവിടെ മാത്രമല്ല, ഈ മെഷീൻ ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതുണ്ട്, പിന്നെ അകത്തുണ്ട് ത്രൂ ഔട്ട് ദിസ് ലെങ്ത്, അങ്ങനെ ചുറ്റാകെയുള്ള ഏരിയ. സോ ദാറ്റ് കർവ്ഡ് ഏരിയ ഈസ് πdl. സോ ഇതാണ് അപ്പോൾ ഏരിയ എന്ന് പറയുന്ന, കർവ്ഡ് ഏരിയ എന്ന് പറയുന്നത് ഏരിയ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിങ് എന്ന് പറയുന്നത് ഈസ് ദി ആവറേജ് വാല്യൂ ഓഫ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ എയർ ഗ്യാപ്പ് ഓഫ് ദ മെഷീൻ. ഇറ്റ് ഈസ് സിംപ്ലി ബി ആവറേജ് ഈക്വൽസ് ടോട്ടൽ ഫ്ലക്സ് അറൗണ്ട് ദ എയർ ഗ്യാപ്പ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഫ്ലക്സ് പാത്ത് ഇൻ ദ എയർ ഗ്യാപ്പ് വിച്ച് ഈസ് 5p ഡിവൈഡഡ് ബൈ πdl എന്ന് കിട്ടും. 5p ഡിവൈഡഡ് ബൈ πdl. 5p ഡിവൈഡഡ് ബൈ πdl, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 5p ഡിവൈഡഡ് ബൈ πdl. അതിന് നമുക്ക് വേറെ ഇത്, ഈ π we can bring here. This p can be taken over here. πd by p. p ആണല്ലോ പിന്നെ ഇങ്ങനെ അങ്ങ് പോകുന്നത്. അപ്പോൾ അത് 5 ഡിവൈഡഡ് ബൈ, വാട്ട് ഈസ് 5? 5 ഈസ് ദ ഫ്ലക്സ് പെർ പോൾ. സോ ദ ഫ്ലക്സ് പെർ പോൾ ഡിവൈഡഡ് ബൈ πd by pl. πd by pക്ക് നമുക്ക് പ്രത്യേക ഒരു സംഗതി ഡിനോട്ട് ചെയ്യാം. എന്തോ πd by p? πd എന്ന് പറഞ്ഞാൽ മൊത്തം ലെങ്താണ്. ദിസ് ദ മൊത്തം ലെങ്ത്, സർക്കംഫറൻഷ്യൽ ലെങ്ത്, ഇൻസൈഡ് സർക്കംഫറൻഷ്യൽ ലെങ്ത് ഓഫ് ദ സ്റ്റേറ്റ്. ആ πdയെ p കൊണ്ട് ഡിവൈഡ് ചെയ്താലോ, എത്ര പോളുണ്ടോ അത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്താലോ, 4 പോളാണെങ്കിൽ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോളിൻ്റെ ഈ സ്ഥലമാണ് അത്. 4 പോളിന് ഈ πdയെ നമ്മൾ 4 പോളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സ്ഥലമെന്ന് പറയുന്നത് πd by 4 എന്ന് പറയുന്നത്, അതിനെ നമ്മൾ പോൾ പിച്ച് എന്ന് വിളിക്കും. അപ്പോൾ πd by p ഇൻ ജനറൽ ടേംസ്, πd by p ഈസ് ആക്ച്വലി ദ പോൾ പിച്ച്. ആ πd by p ആണ് ടോ എന്ന് പറയുന്നത്. ടോ ഈസ് ജനറലി ഡിനോട്ടഡ് ഫോർ ദ പോൾ പിച്ച്. അത് സിംപ്ലി πd by p ആണ്. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ ടോ എൽ എന്നും പറയും. 5 ഡിവൈഡഡ് ബൈ ടോ എൽ. അപ്പം ബി ആവറേജ് എന്ന് പറഞ്ഞാൽ റിമെമ്പർ 5p by πdl, അല്ലെങ്കിൽ അതിനെ 5 ഡിവൈഡഡ് ബൈ πd by pl, അല്ലെങ്കിൽ 5 by tau l എന്നും പറയും. സോ റിമെമ്പർ വാട്ട് ബി ആവറേജ് ഈസ് ദി ആവറേജ് വാല്യൂ ഓഫ് ദി ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദി എയർ ഗ്യാപ്പ്. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഫ്ലക്സ് അറൗണ്ട് ദി എയർ ഗ്യാപ്പ് 5p ഡിവൈഡഡ് ബൈ
the circumferential area for the entire length of the machine, which is pi dl. ഇപ്പോൾ 5p pi dl കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ബി ആവറേജ്. ബി ആവറേജ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് പാരാമീറ്റർ, is an important parameter in the design of electrical machines. Specific electric loading. What is specific electrical loading? Specific electrical loading is the ampere conductors per meter of armature periphery of the air at the air gap. Is the ampere conductors per meter of armature periphery. അപ്പോൾ സ്പെസിഫിക് നേരത്തെ ടോട്ടൽ ഇലക്ട്രിക് ലോഡിംഗ് ഉണ്ടായിരുന്നു. ടോട്ടൽ ഇലക്ട്രിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ IZ ഇൻറ്റു ഇസഡ് ആയിരുന്നു. ഈസ് ദ ടോട്ടൽ ആംബിയർ കണ്ടക്ടേഴ്സ് അറൗണ്ട് ദി ആർമച്ചർ പെരിഫറി. മൊത്തം ആർമച്ചറിൽ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ട് അത് ഇസഡ് ആണെങ്കിൽ, ഓരോ കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് IZ ആണെങ്കിൽ IZ ഇൻറ്റു ഇസഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രിക് ലോഡിംഗ് അഥവാ ടോട്ടൽ ആംബിയർ കണ്ടക്ടേഴ്സ് അതാണ്. ഇനി സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗ് എന്ന് പറയുമ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഈസ് ദി ആർമച്ചർ പെരിഫറിയുടെ 1 മീറ്റർ ലെങ്തിലുള്ള ആംബിയർ കണ്ടക്ടേഴ്സ്. ആർമച്ചർ പെരിഫറിയുടെ 1 മീറ്റർ ലെങ്തിലുള്ള ആർമച്ചർ കണ്ടക്ടേഴ്സ്. അപ്പോൾ ആർമച്ചർ പെരിഫറിയുടെ 1 മീറ്റർ ലെങ്തിലുള്ള, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത് എങ്ങനെ കിട്ടും? സ്വാഭാവികമായിട്ടും അതിനെ ടോട്ടൽ ലെങ്ത് കൊണ്ട്, സർക്കംഫറൻഷ്യൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. IZ ഇൻറ്റു ഇസഡ് ഡിവൈഡ് ബൈ പൈ ഡി. AC ഈസ് ഈക്വൽ ടു, അതിനെ സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിങ്ങിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന AC വെച്ചാൽ. AC എന്ന് പറയുമ്പോൾ IZ ഇൻറ്റു ഇസഡ് ഡിവൈഡ് ബൈ പൈ ഡി. കാരണം പൈ ഡി ആണല്ലോ അതിൻ്റെ മൊത്തം സർക്കംഫറൻഷ്യൽ ലെങ്ത്, പൈ ഡി. ഈ ആർമച്ചർ പെരിഫറി, ഇൻസൈഡ് ആർമച്ചർ പെരിഫറിയുടെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത്, സർക്കംഫറൻഷ്യൽ ലെങ്ത് എന്ന് പറയുന്ന പൈ ഡിയാണ്. അപ്പം മൊത്തം ഈ സർഫസിലുള്ള ആംബിയർ കണ്ടക്ടേഴ്സ് IZ ഇൻറ്റു ഇസഡിനെ, ഇതിനെ മൊത്തം എത്ര ലെങ്ത് ഉണ്ട് അത് ഡി ഡയമീറ്ററും പൈ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ ഡി ഇറ്റ് ഈസ് പൈ ഡി. അപ്പോൾ ആർമച്ചർ കണ്ടക്ടേഴ്സിനെ, മൊത്തം ആർമച്ചർ കണ്ടക്ടേഴ്സിനെ, മൊത്തം ആംബിയർ കണ്ടക്ടേഴ്സിനെ ആ മൊത്തം പെരിഫറൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ സിംപ്ലി സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗ് ഈസ് ദ ആംബിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ ലെങ്ത് ഓഫ് ദി armature periphery, or simply it is IZ into Z divided by pi d. AC is equal to IZ into Z divided by pi d. IZ into Z divided by pi d എന്നുള്ളതാണ്.